അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഐക്കോറ ബിരിയാണിയാണ്. ഇത് 2 കിലോ ഐക്കോറയാണ്. ഇത് മുറിച്ച് നന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് മസാല കുറഞ്ഞ മസാല വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. ഈ മീനൊക്കെ നല്ലൊന്ന് കഴുകി എടുക്കട്ടെ. എന്നിട്ട് എന്തൊക്കെ മസാല ഇതിന് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിന് വേണ്ടി പച്ചമസാല നോക്കാം. ഒരു 50 ഗ്രാം പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു 4 ഉള്ളി, ഇഞ്ചി ഒരു 100 ഗ്രാം, വെളുത്തുള്ളി ഒരു 100 ഗ്രാം, കുറച്ച് പുതിനേൻ്റെ ഇല. നമുക്കിപ്പോൾ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് പച്ചമസാല, പച്ചമുളക്, മല്ലിയില, പുതിനേൻ്റെ ഇലയും അരക്കാം. ഇനി നമുക്ക് മീനുക്കും വേണ്ടിയുള്ള മസാലപ്പൊടി നോക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ധനിയാപ്പൊടി, 2 സ്പൂൺ ഗരം മസാല, കുറച്ച് ഒരു 3 സ്പൂണോളം ഉപ്പുപൊടിയും. നമ്മളിപ്പോൾ അരച്ച് വെച്ചിരുന്ന പച്ചമുളകും മല്ലിയില ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി അരച്ച് വെച്ചിരുന്നത് അതും കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് തൈര്, ഒരു 50 ഗ്രാമോളം തൈര് അതിലേക്ക് ഇട്ട് മിക്സ് ആക്കി കണ്ട് നല്ല കുഴച്ച് കൊടുക്കണം. ഇനി നമുക്ക് മീൻ മസാല ഇട്ട് കൊടുക്കാം. ഇനിയെല്ലാം എല്ലാ മീനും എടുത്തുങ്ങാണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് തേച്ചുങ്ങാണ്ട് ഒരു സൈഡിൽ പാത്രത്തിലേക്ക് ആക്കിങ്ങാണ്ട് വെക്കാം. ആദ്യം മസാല പിടിക്കാനുണ്ടതാണത്. നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 1 അവർ മുന്നേ വേണം ഈ മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി കണ്ട് തേച്ച് ഇതിലേക്ക് വെക്കാൻ. കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ലെങ്കിലും തറക്കുള്ള പുറത്ത് തന്നെ വെച്ചാലും മതി. മസാല ഇട്ട് വെച്ചിട്ട് 1 അവർ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഈ മസാലയിൽ നിന്ന് എടുത്ത് പൊരിക്കാൻ നിൽക്കുകയാണ്. പൊരിച്ച് വെക്കണം, എന്നാലാണ് വേഗം താളിച്ച് അതിലേക്ക് ദമ്മിടാൻ പറ്റുള്ളൂ. ഞാനിത് മീനിട്ട് കൊടുത്തുങ്ങാണ്ട് അരി അളന്നുങ്ങാണ്ട് കഴുകി വെക്കണം, എന്നാലേ നമുക്ക് പുതർന്ന് കിട്ടുള്ളൂ അരി. രണ്ട് വട്ടം കഴുകിയതിൻ്റെ ശേഷം ആ വെള്ളം ഒഴിവാക്കിങ്ങാണ്ട് പിന്നെ അതിലേക്ക് തന്നെ വെള്ളം വീത്തിങ്ങാണ്ട് അത് മുങ്ങണോളത്തോളം വെള്ളം വെക്കണം കേട്ടോ. ഞാൻ ഈ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. മസാല തളിക്കാൻ ഇതിൻ്റെ എണ്ണ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിനു വേണ്ടി ഈ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം ആദ്യം.
നമ്മൾ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ അതിലത്തെ എണ്ണ തന്നെ ഉണ്ടാവുമല്ലോ കുറേ, അതന്നെ വേണം ഇതിൽ ഒഴിച്ച് കൊടുക്കാനും ബിരിയാണി തളിക്കാനട്ടാ. ഞാൻ ഒരു 100 ഗ്രാം എണ്ണോളം ഉണ്ട്, അതിലേക്ക് കുറച്ചും കൂടി എണ്ണ, ഒരു 100 ഗ്രാം എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ മൊത്തം 200 ഗ്രാം എണ്ണ ആയി. നമുക്ക് ഇനി ഇതിലേക്ക് പട്ടയും കറാമ്പും ഇട്ട് കൊടുക്കണം. കുറച്ചൊരു പട്ടയും ഒരു 4-5 കറാമ്പും ഏലക്കയും കൂടി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് അതിലേക്ക് പുതിന ഇട്ട് കൊടുക്കുക, പുതിനൻ്റെ ഇല. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ കുറച്ച് ഉള്ളി, നമ്മൾ ഒരു 4 ഉള്ളി മുറിച്ച് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്തി കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നല്ലൊന്നൊന്ന് മൂത്ത് കിട്ടട്ടെ. ഈ ഉള്ളി മൂത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ചിരുന്ന മീൻ കിട്ടിൻ്റെ ബാക്കി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേമാതിരി പച്ചമസാല ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് അതിലേക്ക് ഇടുള്ളൂ, ബാക്കി ഉണ്ടത് ഇതിലേക്ക് ഇട്ടുകൊണ്ട് നല്ലൊന്ന് അതിൻ്റെ സ്മെല്ല് പോണ വരെ നല്ലൊന്ന് വാട്ടി കൊടുക്കണം. ഇതായിട്ടുണ്ട്. ഇനി 8 തക്കാളി, നാട്ടി തക്കാളിയാണ് ഇടേണ്ടത്. ഒരു 8 തക്കാളി മുറിച്ചും കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ല കൂടി ഒന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിൽക്കിടാം. ഇത് നമ്മൾ തക്കാളി വേകേണ്ട ആവശ്യത്തിനാണ് ഇടുന്നത്, 2 സ്പൂണും മതി. എന്നിട്ട് ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കുക. തക്കാളി വെന്ത് കിട്ടും വേഗം. ഞാൻ ഒരു സ്റ്റൗവിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്, അരി അളന്നിട്ട്. നമ്മൾ 1-ന് 2 അളവാണ് എടുക്കുന്നത്. 1 കിലോ അരിക്ക് ഒരു പാത്രത്തിൽ അളക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2 പാത്രം വെള്ളം വേണം വെക്കാൻ. അങ്ങനെ ഞാൻ 2 പാത്രം വെള്ളം അരിയാണ് അളന്നത്, അതിന് 2 പാത്രം വെള്ളം വീത്തിങ്ങാണ്ട് ഇത് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഒരു സ്റ്റൗവിൽ. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ മസാലയിൽ ബാക്കിയുണ്ട്, മീൻ മസാല ഇട്ടതിൻ്റെ ബാക്കിയുണ്ടല്ലോ മുളകിൻ്റെ, അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊണ്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മൾ പിന്നെ വേറെ ഒന്നും മസാല, മുളക് പൊടി ഇതിൽ കൂടുതലുണ്ടായതുകൊണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി കൂട്ടണില്ല. ഗരം മസാലയും മല്ലിപ്പൊടിയാണ് കൂട്ടുന്നത്. ഗരം മസാല 2 സ്പൂണും മല്ലിപ്പൊടി 2 സ്പൂണും കൂടിയാണ് കൂട്ടുന്നത്. വെള്ളം അളന്ന് വെച്ചിരുന്നത് വെള്ളം തളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം അത് നല്ലൊന്ന് മിക്സാക്കിങ്ങാണ്ട് അതിന് ആവശ്യത്തിനുണ്ട് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ അരി ഇടുമ്പോൾ അതിന് ആവശ്യത്തിനുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, നമുക്ക് അരിക്കും വെള്ളത്തിനുണ്ട് ആവശ്യത്തിനുണ്ട് ഉപ്പ് നോക്കിങ്ങാണ്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. അരി പുതർന്നിട്ടുണ്ട്, നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ഇതിന് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല കട്ടിയുള്ള തൈരാണ്. 1 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിങ്ങാണ്ട് പിന്നെ മൂടിയിട്ട് കൊടുക്കണം. ചെറിയൊരു ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ, വീട്ടിൽ മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പൊരിച്ച് വെച്ച മീനിൽ ഇങ്ങനെ 2 മീൻ എടുത്തുങ്ങാണ്ട് അതിൻ്റെ മുള്ളൊക്കെ എടുത്തുങ്ങാണ്ട് വേണം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റ് തന്നെ ബിരിയാണിയിൽ വേറെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ എപ്പോഴും മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ ചോറ് ദമ്മിടാനായിട്ടുണ്ട്. അപ്പം മീനൊക്കെ ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ഇത് മുഴുവനും മീൻ വെച്ചതിൻ്റെ ശേഷം ദമ്മിനിട്ട് കൊടുക്കുക.
നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽക്കൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം മീൻ വെക്കാൻ. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്, അപ്പോൾ ഇതിൽക്ക് ഞാൻ ഫുഡ് കളർ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ആക്കി കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കി കൊണ്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് വേണം മീൻ വെക്കാൻ. ഞാൻ ഇത് കഴിഞ്ഞിട്ടാ മീൻ ഒതുക്കി വെച്ചതിൻ്റെ ശേഷം ഒരു തുണി എടുത്തുങ്ങാണ്ട് ആ മൂടിൻ്റെ പാത്രത്തിലേക്ക് നല്ല ഒന്ന് മടക്കി കൊടുത്തിട്ട് വേണം, അങ്ങനെ വേണം ദമ്മിനിടാൻ. കാറ്റ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വേഗം ദമ്മാവൂല, അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. തുണി നനച്ചിട്ട് വേണം ദമ്മിനിടാൻ. നമ്മളെ മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസാല നമ്മൾ വേറെ വെച്ചിട്ട് മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, മീൻ വെച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ മേലേക്ക് മസാല ഇട്ട്. അങ്ങനെ അല്ലാതെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മിക്സ് ബിരിയാണി. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. മീൻ നമ്മൾ പൊടിച്ച വള്ളത്തിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ മീനിൻ്റെ സ്മെല്ല് തന്നെ നല്ല ഉണ്ടാവും ബിരിയാണിയിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ടിപ്സ് മീൻ ബിരിയാണിത്തെ. നമ്മളെപ്പോഴും മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിനൊരു 2 മീൻ എടുത്തുങ്ങാണ്ട് ഈ വെള്ളം തിളക്കണയിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവർ ആയിരിക്കും മീനിൻ്റെ. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത റെസിപ്പിയിൽ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം.